ഞാനേ എന്റെ മേഡത്തിന് ഭക്ഷണം കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞാ മതി മതി. ഞങ്ങൾ അവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വരാന്ന്. ദേ ആരും വിളിച്ച് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞങ്ങൾ ബിസി ആയിരിക്കും. എടാ, നിന്ന് കഥാപ്രസംഗം നടത്താതെ പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്ക്. പൊന്നൂന് വിശക്കുന്നുണ്ടാവും. അപ്പോ ഞാൻ പോയിട്ട് വരാം. ആകാശ് കഴിക്കാൻ വരുമോ മോളെ? ഉച്ചയ്ക്ക് വർക്ക് കഴിയുന്ന പറഞ്ഞത്. ഞാനെന്തായാലും ഭക്ഷണം കൊണ്ടേ കൊടുക്കാം. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് വരാം. എന്നാ ചെല്ലു മോളെ. ബാലമാമന് ഇനി എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, വേണേ എടുത്തോളാം. മോള് പോയിട്ട് വാ. ശരി, അതൊക്കെ ഒന്ന് അടച്ചേക്കണേ. മോളെ എങ്ങനെ പോകുന്നു? അമൃതേച്ചിയെ വിളിക്കാം. എന്നെ ഓഫീസിലാക്കിയിട്ട് ചേച്ചി തിരിച്ചു വന്നോളൂ. ശരി ശരി. അമൃതേച്ചി വീട്ടിലുണ്ടോ? അക്കുച്ചേട്ടന് ഭക്ഷണം കൊണ്ടേ കൊടുക്കണായിരുന്നു. ഒന്ന് എന്റെ കൂടെ വരാമോ? ഞാനേ ജംഗ്ഷനിലേക്ക് വരാം. ചേച്ചി അവിടേക്ക് വന്നാ മതി. അരവിന്ദേ, നീ എന്താ ഇതൊക്കെയായിട്ട് ഇവിടെ? ശ്രേയ മാഡത്തിനുള്ള ഫുഡാണോ? എന്താ എന്റെ മേഡത്തിന് എനിക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ലേ? ഒരു കുഴപ്പമില്ല, പതിവില്ലാത്ത കാഴ്ച കൊണ്ട് ചോദിച്ചതാ. അമൃതേച്ചി മിണ്ടാതിരിക്കേ. പതിവില്ലാത്തതൊക്കെ ഇനി പതിവായിക്കോളും. അത് നന്നായി, നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എടി മിണ്ടാതെ പോകുന്നുണ്ടോ? പണ്ടേ എനിക്ക് നിന്നെ കാണുന്ന ഇഷ്ടമല്ല. അമൃതേച്ചി എന്തിനാ വെറുതെ അരവിന്ദേട്ടനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? ഞാൻ ദേഷ്യം പിടിപ്പിച്ചല്ലോ, കാര്യം ചോദിച്ചല്ലേ. അവന് കുറച്ച് നാണം വയ്ക്കട്ടെ. നീ ആകാശിന് ഭക്ഷണം കൊടുത്തിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അമൃതേച്ചി പോയിക്കോ, വെയിറ്റ് ചെയ്യണ്ട. അപ്പോ നീ എങ്ങനെ വരും? കഴിച്ചു കഴിഞ്ഞ് അക്കുച്ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം. എന്നാ ശരി ചാരു, പോട്ടെ. അനിയനുള്ള ഫുഡുമായിട്ട് ചേട്ടൻ എത്തിയല്ലോ. ഒരാൾക്ക് രണ്ടുപേര് ഫുഡുമായിട്ട് വന്നിരിക്കുന്നു. ഇത് അനിയനോ മച്ചമ്മയ്ക്കോ കൊണ്ടുവന്നല്ല, ഇത് മേഡത്തിനാ.
ഏ എനിക്ക് എന്റെ ഭാര്യ രാവിലെ എന്തൊക്കെയോ പൊതിഞ്ഞു തരും. അതുകൊണ്ട് ഞാൻ ഇങ്ങി പോരും. ചില ദിവസം അവള് പറയും എഴുന്നേക്കാൻ വൈകിപ്പോയി പുറത്തുനിന്ന് കഴിക്കാൻ. ആകാശിന്റെ കല്യാണം കഴിഞ്ഞപ്പോ ചാരു ഫുഡുമായിട്ട് വരുന്ന കണ്ടിട്ട് കൊതിയായിട്ടുണ്ട്. ഫുഡും ആകാശിനോട്ടുള്ള സ്നേഹവും. ഇതിപ്പോ ആദ്യമായിട്ടാ സ്നേഹമുള്ള ഭർത്താവിനെ കാണുന്നത്. ഭാര്യയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ട് കൃത്യസമയത്ത് എത്തുന്നു.